നമ്മൾ ചിന്തിക്കുവാനിടയായിത്തുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 20. 20-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. ശബ്ദമുയർത്തി ആരും ഒരാൾ വായിച്ചാട്ട് ആ വാക്യം ഒരിക്കൽ കൂടെ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനം ഇസ്ഹാക്കിൽ കൂടെ വെളിപ്പെട്ടതാണ് നമ്മുടെ ചിന്തയിൽ ആധാരമാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇസ്ഹാക്കിൻ്റെ വിശ്വാസം കൊണ്ട് ചെയ്തത്? ഇസ്ഹാക്കിൻ്റെ വിശ്വാസം കൊണ്ട് ചെയ്തത് യാക്കോബിനെയും യേശാവിനെയും അനുഗ്രഹിച്ചു. അപ്പോൾ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനമായി ഇസ്ഹാക്കിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഇസ്ഹാക്ക് വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. വളരെ ശാന്തമായിരിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കുന്ന ഒരു വ്യക്തി. ഒത്തിരി ദൈവിക സ്വഭാവങ്ങൾ കാണുവാനിടയായിട്ട് നമ്മൾ അബ്രഹാമിൻ്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇസ്ഹാക്ക് അതിനകത്ത് ഒരു പിക്ചർ ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമ്മൾ ഇസ്ഹാക്കിനെ കാണുവാനിടയായിത്തീർന്നു. വാസ്തവത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ കാമായിരിക്കുന്ന ഒരു ലൈഫായിരുന്നു ഇസ്ഹാക്ക് നയിച്ചത്. ഇങ്ങോട്ട് പലരും പ്രശ്നത്തിന് വന്നിട്ട് പോലും അങ്ങോട്ടൊരു പ്രശ്നമുണ്ടാക്കാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അനുഭവമായിരുന്നു ഇസ്ഹാക്കിനുണ്ടായിരുന്നത്. ആരോടും ഒരു പ്രശ്നത്തിന് പോകാതെ കഴിയുന്നിടത്തോളം പ്രശ്നത്തിൽ നിന്ന് തന്നെത്താൻ വെളിയിൽ കടന്നു വരുവാൻ ഇസ്ഹാക്ക് ആഗ്രഹിച്ച് അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാരക്ടർ. എന്ത് സംഭവിച്ചു? വിശ്വാസത്താൽ അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അനുഗ്രഹിക്കുവാൻ ഇടയായിട്ടുന്നത് വിശ്വാസത്താലാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒത്തിരി പ്രവർത്തനങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എങ്കിലും പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും യേശാവിനെയും അനുഗ്രഹിച്ചു. എന്താണ് ഈ പ്രത്യേകമായ വേർഡ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇവിടെ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തനമായി നമ്മൾ കണ്ടത് റോമലേഖനം 12-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതാണ് മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് ഓഫ് പ്രൊഫസി എന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നവർ, കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്നവർ അത് മനസ്സിലാക്കി. എന്താണ് ഈ പ്രത്യേകമായ വാക്ക്? കൂടുതൽ വിശദമായിട്ട് ആ സബ്ജക്റ്റ് പഠിപ്പിക്കുവാനിടയായിത്തീർന്നില്ല. ഞാൻ അന്ന് പറയുണ്ടായി, ഈ പ്രൊഫസി പ്രവചനം തന്നെ 3 രീതിയിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഒന്ന്, മോട്ടിവേഷണൽ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, അത് പിതാവാം ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്. 2, നമ്മൾ കാണുന്നത് ഈ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കൃപാവരങ്ങൾ ഒന്നാകുന്ന പ്രവചനവരം എന്ന് പറയുന്നത്, അത് പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത്. 3ാമത് കൊടുക്കുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് കൊടുക്കുന്ന ഒരു പൊസിഷൻ, അതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ഇത് 3ഉം വ്യത്യസ്തമായിരിക്കുന്ന മിനിസ്ട്രി ആകുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കേണ്ടവർ ഒന്നുകിൽ പ്രിയപ്പെട്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നേരെ കാസറ്റ് തരും. അല്ലെങ്കിൽ yourlivingmanna.com നിങ്ങൾ പോകുന്നുവെങ്കിൽ റോമൻസിൻ്റെ ഒരു സ്റ്റഡി, ആ ഫുൾ സ്റ്റഡി അവർ ഇൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ സബ്ജക്റ്റ് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ റോമൻസ് പഠിച്ചപ്പോൾ നമ്മൾ ഈ വിഷയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് പ്രവചനം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറയാൻ ഇടയായിത്തീർന്നു, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ആ വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത മുൻപോട്ട് കടന്നു പോകട്ടെ. റോമൻസ് ചാപ്റ്റർ 12, റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, വേഴ്സ് 6. വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന പ്രവചനമെന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ നിന്ന് കടന്നു വരേണ്ടതാണ്. ഫാം ഫെയ്ത്ത്. അപ്പോൾ ഫെയ്ത്തിൽ നിന്ന്, വിശ്വാസത്തിൽ കൂടെയാണ് ഈ പ്രവചനം കടന്നു വരേണ്ടത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നപ്പോൾ ഇസ്ഹാക്കിൽ കൂടെ വെളിപ്പെട്ടത് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ആയിരുന്നില്ല, പിന്നെയോ മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് ഓഫ് പ്രൊഫസി ആയിരുന്നു ഇസ്ഹാക്കിൽ കൂടെ വെളിപ്പെടുവാനിടയായിത്തീർന്നത്. ശ്രദ്ധിക്കുക വേർഡ്. ആക്ച്വലി ഇസ്ഹാക്കിൽ കൂടെ അത് വെളിപ്പെടുത്തി. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ഹിതം എന്താകുന്നു എന്നുള്ളത്, ആ 2 പേരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നുള്ളത് വ്യക്തമായിട്ട് ഇസ്ഹാക്കിന് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. ഒരു പ്രവചനം പോലെ ഇസ്ഹാക്ക് പറയുവാനിടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടുത്ത വേഴ്സാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. എബ്രായർ 11:21, ഹീബ്രൂസ് 11th chapter verse 21.
ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനം യാക്കോബിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഇസ്ഹാക്ക് കൊടുത്തത് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് ആയിരുന്നു, ഒരു ഭൗതിക അനുഗ്രഹമായിരുന്നു. നോട്ട് ചെയ്താട്ട്, ഐസക് ഗേവ് ടു ഹിസ് ചിൽഡ്രൻ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി എന്ത് അനുഗ്രഹമാണോ യാക്കോബിന് കൊടുത്തത്, ഏശാവിന് കൊടുത്തത്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. എന്നാൽ ഇവിടെ യാക്കോബ് കൊടുക്കുന്നത് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല, ഒരു ട്രൈബൽ ബ്ലെസ്സിങ്, ഒരു ഗോത്രത്തിൻ്റെ അനുഗ്രഹമാണോ ഇവിടെ യാക്കോബ് കൊടുക്കുന്നത്. നോട്ട് ചെയ്താട്ട്, ജേക്കബ്, എ ട്രൈബൽ ബ്ലെസ്സിങ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ യാക്കോബ് കൊടുക്കുന്നത് ഒരു ട്രൈബൽ ഗോത്രങ്ങളുടെ അനുഗ്രഹമാണ് കൊടുക്കുന്നത്. എന്നാൽ ഇസ്ഹാക്ക് കൊടുത്തത്, അവർക്ക് കൊടുത്തൊരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. നമ്മൾ മനസ്സിലാക്കി ഏതെല്ലാം അനുഗ്രഹമാണോ ഇസ്ഹാക്ക് കൊടുത്തത്. ഇവിടെ യാക്കോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതായ സമയത്ത് നിങ്ങൾക്കറിയാം, യാക്കോബ് എന്ന് പറയുന്നത് പുതിയ ഒരു ഈ ലോകത്തിലെ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യന് ഒരു ദൃഷ്ടാന്തമാണോ യാക്കോബ് എന്ന് പറയുന്നത്. യാക്കോബ് ആരായിരുന്നു നിങ്ങൾക്കറിയാം. അമ്മയുടെ ഗർഭത്തിൽ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. യോമക്കളെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിറവേറ്റപ്പെടുവാൻ കഴിവുള്ളവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന യാക്കോബ്. എന്നാൽ എന്തായിരുന്നു യാക്കോബിൻ്റെ ജീവിതം മുഴുവൻ? യാക്കോബ് ആദ്യത്തെ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഉപായിയായി നമ്മൾ കാണുന്നു. എന്തെല്ലാം ചെയ്തു ഞാനത് വിശദമാക്കുന്നില്ല. ഒന്ന്, ആദ്യമായിട്ട് യാക്കോബ് ചെയ്തത് തൻ്റെ ജ്യേഷ്ഠനെ ഉപായത്താൽ ജ്യേഷ്ഠാവകാശം കൈവശമാക്കി. 2, ഉപായത്താൽ അപ്പൻ്റെ അനുഗ്രഹം കൈവശമാക്കി. 3, ഉപായത്താൽ ലാബാൻ്റെ ആടുകളെ തൻ്റെ കൈവശമാക്കി. എവിടെ താൻ കടന്നു എന്നുവോ അവിടെ ഒക്കെയും ഉപായത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് യാക്കോബിൽ കൂടെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. ദൈവത്തോട് ബഥേലിൽ വെച്ച് ഒരു ബന്ധമുണ്ടായെങ്കിൽ തന്നെയും ആ ബന്ധത്തിന് ശേഷവും യാക്കോബിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഒരു മാറ്റം, ആന്തരികമായിരിക്കുന്ന മാറ്റം യാക്കോബിന് ഉണ്ടായില്ലേ. യാക്കോബ് ഒരു തീരുമാനം ആ സമയത്ത് എടുത്തു എന്നുള്ള സത്യമാണ്. നീ എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരികയും ഈ സ്ഥലം ദൈവത്തിൻ്റെ ഒരു യാഗപീഠം ഞാൻ പണിയുകയും ചെയ്യുമെന്നുള്ള ഒരു കവനൻ, ഒരു ഉടമ്പടി അല്ലാതെ മറ്റൊന്നും യാക്കോബിൻ്റെ ജീവിതത്തിൽ മാറ്റമില്ല. അപ്പൻ്റെ വീട്ടിൽ എങ്ങനെ യാക്കോബ് ജീവിച്ചുവോ അതേ രീതിയിലാണ് ലാബാൻ്റെ വീട്ടിൽ യാക്കോബ് ജീവിക്കുവാനായിട്ടിടയായി. ഇത്രയും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. ദൈവത്തോടുള്ള ബന്ധം ബഥേൽ വെച്ച് പ്രാപിച്ചുവെങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ മാറ്റം വന്നില്ല. യാക്കോബ് പൂർണ്ണമായിട്ട് ഒരു ഉപായിയായി തന്നെ മുൻപോട്ട് ജീവിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഉപായിയായി ജീവിച്ച യാക്കോബിൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ രൂപാന്തരം കടന്നു വരുന്നത് പ്രത്യേകിച്ച് യാബോക്ക് നദീ തീരത്ത് വെച്ചാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? യാക്കോബ് ഒരു കാര്യം മനസ്സിലാക്കി, കഴിഞ്ഞ നാളുകളൊക്കെയും എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കടന്നുപോയി, ഇനിയും എൻ്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ എനിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ദൈവത്തോട് വ്യക്തിപരമായിരിക്കുന്ന ഒരു ഉടമ്പടി യാക്കോബ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ചാണ് യാക്കോബിൻ്റെ പേര് മാറിയത്. അവിടെയാണ് യാക്കോബ് ആള് മാറിയത്. അതുവരെയും ഉപായി എന്ന് വിളിക്കപ്പെട്ടതായ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇസ്രായേലായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം അവിടെ വെച്ചാണ് സാധ്യമായി തീർന്നത്. എന്നാൽ ഒരു അനുഗ്രഹം യാക്കോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, വാസ്തവത്തിൽ ദൈവം ഒരു മാറ്റം കൊടുത്ത സമയം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് യാക്കോബ് കടന്നുപോയി എന്നുള്ളതാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിഷയം. ഇതിനു മുൻപ് പരാജയങ്ങൾ ഒത്തിരി ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, തെറ്റുകൾ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്, വീഴ്ചകൾ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തോട് താൻ ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് താൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം മുതൽ, അഥവാ യാബോക്ക് നദീതീരത്ത് വെച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന സമയം മുതൽ യാക്കോബിൻ്റെ തുടർന്നുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് പോലും യാക്കോബ് പരാജയത്തിലേക്ക് പോയിട്ടില്ല. പകരം ജയത്തിന് മേൽ ജയാളിയായിട്ട് മുൻപോട്ട് കടന്നുപോയി. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള
യാക്കോബിൻ്റെ ബന്ധം പടിപടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്നുവെന്ന് കാണുന്നുണ്ട്. ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ യാക്കോബിൻ്റെ മരണത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഇത് ഹൈറ്റ്സ് ഓഫ് ഹിസ് ഗ്ലോറി, ദൈവത്തോട് ബന്ധപ്പെടുന്നതായിരിക്കുന്ന, ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് യാക്കോബ് മരിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇതിൽ കൂടി ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ കാലത്തിലെ ജീവിതങ്ങൾ എന്ത് എന്നുള്ളതല്ല, കഴിഞ്ഞ നാളുകളുടെ പരാജയം എന്ത് എന്നുള്ളതല്ല. ഇന്ന് ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടത് ടിൽ ദി ഡെത്ത്, മരണം വരെ ജയത്തിന്മേൽ ജയാളിയായി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെയാണ് യാക്കോബിൻ്റെ ജീവിതം ഒരനുഗ്രഹമായി തീരുവാനിടയായി തീർന്നത്. യാക്കോബ് വിശ്വാസികളുടെ ഒരു പിതാവായി മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത് യാക്കോബിൻ്റെ തുടർന്നുള്ള ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 21 മനസ്സിലാക്കണം. അവിടെ പറയപ്പെടുന്ന വേർഡ് ഇതാണ്, മരണകാലത്തിങ്കൽ. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറയുണ്ടായി, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിശ്വാസത്തിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. യാക്കോബ് ലാബാൻ്റെ ആടുകളെ മുഴുവൻ ഏറ്റെടുക്കുവാൻ കാരണമായത് വിശ്വാസമാണ്. അമ്മയെ പരിപൂർണമായിട്ട് വിശ്വസിച്ചതാണ് അപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കാരണമായി തീർന്നത്. ഇത് നല്ല മൂവ്മെൻ്റ് എന്ന് മനസ്സിലാക്കിയതാണ് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം വാങ്ങുവാനിടയായി തീർന്നത്. വിശ്വാസത്തിൻ്റെ ഒത്തിരി സ്റ്റെപ്പുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിലും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ യാക്കോബ് വിശ്വാസികളുടെ പട്ടികയിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് യാക്കോബിനെ കുറിച്ച് പറയുന്നത് ആദ്യകാലത്തെ സംഭവങ്ങളൊന്നുമല്ല. യാബോക്ക് നദീതീരത്ത് വെച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ചരിത്രമല്ല ദൈവത്തിൻ്റെ ദാസന് ഇവിടെ എബ്രായ ലേഖനത്തിൽ എഴുതുവാനുണ്ടായിരുന്നത്. പിന്നെയോ എബ്രായ ലേഖനത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തിയത് യാക്കോബ് തൻ്റെ മരണകാലത്തിങ്കൽ. എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് മറ്റൊരു സംഭവങ്ങളും യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്താതെ വിശ്വാസത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും ആ ഒരു സംഭവത്തെക്കുറിച്ചും വെളിപ്പെടുത്തുവാൻ ഇടയാകാതെ ഈ സംഭവങ്ങൾ മാത്രം വെളിപ്പെടുത്തുവാൻ കാരണമുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറയുണ്ടായി, ഇവർ എല്ലാവരും വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചവരാകുന്നുവെങ്കിലും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. മറ്റ് പലരും വാഗ്ദത്തം കണ്ടു. അവർ ഹാനോക്കിനോട് ദൈവം കൽപ്പിക്കുകയുണ്ടായി, ഹാനോക്കെ നീ മരണം കാണാതെ എടുക്കപ്പെടും. തൻ്റെ അവസാന സമയം കടന്നു വന്നപ്പോൾ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു. നോഹയോട് ദൈവം കൽപ്പിക്കുകയുണ്ടായി മഴ പെയ്യ്ക്കുവാൻ പോകുക. നോഹ അത് മനസ്സിലാക്കി വിശ്വസിച്ചു, അക്ഷരികമായിട്ടൊരു നിവർത്തീകരണം കണ്ടു. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിവർത്തീകരണം അബ്രഹാം കണ്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്ഹാക്ക് വാഗ്ദത്തത്തിന് നിവർത്തീകരണം കണ്ടില്ല. യാക്കോബും വാഗ്ദത്തത്തിന് നിവർത്തീകരണം കണ്ടില്ല. വാഗ്ദത്തത്തിന് നിവർത്തീകരണം കണ്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് കടന്നു വരുവാൻ ഒരു ചാൻസ് ഉണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ഒരല്പം കഴിയുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ മാറിപ്പോകുന്ന ഒരനുഭവമുണ്ട്. എന്നാൽ ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ മരണകാലത്തിങ്കൽ കടന്നു വന്നപ്പോഴും അവർ വിശ്വാസത്തിൽ നിന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ വേണ്ടത് ഇന്ന് നാം തുടങ്ങിയതായിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസമാണ് ആദ്യ അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളേണ്ടത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളിയായിത്തീർന്നു. എന്താണ് ഇവിടുത്തെ വിഷയമായിത്തീർന്നത്? യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറ്റുപറയുവാനുള്ള ഒരു കാര്യമാണ് മരണകാലത്തിങ്കൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ കൂടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായിത്തീർന്നു. എന്താണ് പ്രവൃത്തി വെളിപ്പെടുത്തിയത്? രണ്ട് പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി. ഒരിക്കൽ കൂടെ 21 വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. 21 കാര്യങ്ങളാണ് ഈ യാക്കോബിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹി ബ്ലെസ്ഡ് ബോത്ത് ദ സൺസ് ഓഫ് ജോസഫ്. യോസഫിൻ്റെ 2 മക്കളെയും യാക്കോബ് അനുഗ്രഹിച്ചു. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. എന്താണ് അതിനകത്ത് വിശ്വാസമുള്ളതെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. എങ്ങനെയായിരുന്നു അത് വിശ്വാസം വെളിപ്പെടുത്തിയത്? ഇവിടെ നമ്മൾ കണ്ടത് 2 മക്കളെയും യാക്കോബ് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹി വർഷിപ്ഡ് ലീനിങ് ഓൺ ഹിസ് സ്റ്റാഫ്. തൻ്റെ വടിയുടെ അറ്റം ചാരിക്കൊണ്ട് നമസ്കരിച്ചു.
രണ്ട് കാര്യങ്ങളാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിലനിന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹി ബ്ലെസ്ഡ് ബോത്ത് ദ സൺസ് ഓഫ് ജോസഫ്. നോട്ട് ചെയ്താട്ട്, തൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. യോസെഫിൻ്റെ മക്കളെ ഹി ബ്ലെസ്ഡ് ബോത്ത് ദ സൺസ് ഓഫ് ജോസഫ്. രണ്ട്, ഹി വർഷിപ്ഡ് ലീനിങ് ഓൺ ഹിസ് സ്റ്റാഫ്. തൻ്റെ വടിയുടെ അറ്റം ചാരിക്കൊണ്ട് നമസ്കരിച്ചു. ഇതിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വന്നാട്ട് ഹി ബ്ലെസ്ഡ് എഫ്രൈം ആൻഡ് മനശ്ശെ. ഈ യാക്കോബ് എഫ്രൈമിനെയും മനശ്ശെയും അനുഗ്രഹിച്ചു. നിങ്ങൾക്കറിയാം, യാക്കോബ് മിസ്രൈമിലേക്ക് കടന്നു ചെന്നു. യാക്കോബിന് നന്നായിട്ട് അറിയാം, ഈ ദേശം എനിക്ക് സ്വന്തമായിട്ടുള്ളതല്ല, ഇവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വെളിയിൽ കടന്നു വരുമെന്നുള്ളത് യാക്കോബിന് അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് യാക്കോബ് മിസ്രൈമിൽ കടന്നു ചെന്ന് അവിടെ തൻ്റെ മരണകാലം അടുക്കുന്നതായ സമയത്ത് യോസെഫ് ഈ വിഷയം അറിഞ്ഞ് തൻ്റെ 2 മക്കളുമായിട്ട് യാക്കോബിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. യാക്കോബിൻ്റെ അടുക്കൽ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമ്പോൾ യാക്കോബിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. യാക്കോബ് പ്രായം കൊണ്ട് കണ്ണ് മങ്ങിയിരിക്കുക, അവൻ്റെ കണ്ണ് കാണത്തില്ല. അപ്പോൾ ഈ 2 മക്കളും ആരാണെന്ന് പോലും യാക്കോബിന് അറിയത്തില്ല. യോസെഫിൻ്റെ മക്കളെയാണ് യോസെഫ് കൊണ്ടുവരുന്നതെങ്കിലും യാക്കോബ് യോസെഫിനോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഇവർ ആര് എന്ന് യാക്കോബ് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ 2 മക്കളും ഏതാണെന്നുള്ളത് അപ്പൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ മക്കളെ ആരെന്ന് മനസ്സിലാക്കുവാൻ യാക്കോബിന് സാധ്യമായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്രകാരമുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നാമത് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത് എവിടെയെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്തായിരുന്നു എന്നുള്ളത് യാക്കോബ് വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ 2 മക്കളെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ യാക്കോബ് യോസെഫിനോട് പറയുന്ന ഒരു വേർഡുണ്ട്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 48, ഉൽപ്പത്തി 48-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 5-6 വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പറയുന്ന ഒരു വേർഡുണ്ട്. യോസെഫിൻ്റെ 2 മക്കളെയും യാക്കോബ് വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. യോസെഫിൻ്റെ 2 മക്കളാകുന്ന മനശ്ശെയും എഫ്രൈമും അവർ എനിക്കുള്ളവരാകട്ടെ, യാക്കോബിൻ്റെ മക്കളായി തീരണം. എന്നിട്ട് പറയുന്നത് ആരെ പോലെ? രൂബേനെയും ശിമിയോനെയും പോലെ എൻ്റെ മക്കളാകട്ടെ. നിങ്ങൾക്കറിയാം, യാക്കോബിന് ജനിച്ച 12 മക്കളാണ് ഗോത്രപിതാക്കന്മാരെന്ന് പറയുന്നത്. ഈ 12 മക്കൾ യാക്കോബിന് ജനിച്ചിരിക്കുമ്പോൾ അതിൽ യാക്കോബ് തന്നെ ഇപ്പോൾ യോസെഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമിയോനും രൂബേനും എന്ന പോലെ തന്നെ ഈ മനശ്ശെയും എഫ്രൈം എൻ്റെ മക്കളാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ എഫ്രൈമിനെയും മനശ്ശെയും യാക്കോബ് എന്ത് ചെയ്തു? ഗോത്രപിതാക്കന്മാർ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തുവാൻ കാരണമായി തീർന്നു. ഇവർ വാസ്തവമായിട്ട് യോസെഫിൻ്റെ മക്കളാണ്. യോസെഫിൻ്റെ മക്കളായിട്ടിരിക്കുമ്പോൾ പിതാവ് എന്നുള്ള പദവിയിൽ ഇരിക്കേണ്ടത് യോസെഫ് മാത്രമാണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? യോസെഫിൻ്റെ 2 മക്കളെയും യാക്കോബ് വിളിച്ച് തൻ്റെ സ്വന്തം മക്കളാക്കി തീർത്തു. യോസെഫിനോട് പറയുന്നത് ഇതാണ്, ഇനിയും നിനക്ക് ജനിക്കുന്ന മക്കൾ നിൻ്റെ മക്കളായിരിക്കട്ടെ. ഇതുവരെ നിനക്ക് ജനിച്ച ഈ 2 മക്കൾ അവർ എനിക്കുള്ളവരാകട്ടെ എന്ന് പറഞ്ഞാൽ ഇവരെ 2 പേരെയും ഗോത്രപിതാക്കന്മാർ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തുവാനായിട്ട് കാരണമായി തീർന്നു. എന്താ അതിൻ്റെ കാരണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രൂബേനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ യാക്കോബിൻ്റെ മൂത്ത മകനാണ് രൂബേൻ. എന്നാൽ എന്ത് സംഭവിച്ചു രൂബേന്? 1 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 1 and 2. നിങ്ങൾ ഈ വേർഡ് യാക്കോബ് വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഈ ജ്യേഷ്ഠാവകാശം പോകേണ്ടത് രൂബേനല്ല, പിന്നെയോ യോസെഫിനാണെന്ന്. ഇത് ആരുടെ ഹിതമായിരുന്നു? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം.
ദൈവം അതുകൊണ്ടാണ് ഈ യാക്കോബ് ഈ 12 മക്കളുടെ കൂട്ടത്തിൽ എഫ്രൈമിനെയും മനശ്ശെയും ഏറ്റെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം കൂടെ അത് അംഗീകരിക്കുവാൻ കാരണമായി തീർന്നു. ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഈ 2 മക്കളെയും യാക്കോബിൻ്റെ മക്കളായിട്ട് സ്വർഗം അംഗീകരിക്കുവാൻ കാരണമായി തീർന്നു. എന്താ അതിന് കാരണമായി തീർന്നത്? ഈ രൂബേൻ്റെ ജീവിതത്തിൽ രൂബേനാണ് ആദ്യജാതൻ. അപ്പൻ്റെ ഇരട്ടി അനുഗ്രഹത്തിന് രൂബേൻ യോഗ്യനാണ് എന്നുള്ള സത്യമാണ്. പക്ഷെങ്കിൽ അപ്പൻ്റെ ശയ്യമേൽ രൂബേൻ കയറിയത് കൊണ്ട്, അപ്പൻ്റെ വെപ്പാട്ടിയുടെ അടുക്കിലേക്ക് താൻ കടന്നു ചെന്ന മുഖാന്തരമായിട്ട് ഈ അപ്പൻ്റെ ശയ്യെ അശുദ്ധമാക്കിയത് കൊണ്ട് രൂബേൻ്റെ ജ്യേഷ്ഠാവകാശം ആദ്യജാതൻ എന്നുള്ള പദവിയിൽ നിന്ന് രൂബേൻ വീണു പോകുവാൻ കാരണമായി തീർന്നു. അപ്പോൾ എന്താ ഈ യാക്കോബ് മനസ്സിലാക്കിയത്? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ അതും ഇവിടെയും വെളിപ്പെടുന്നത് ഒരു മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് ഓഫ് പ്രൊഫസിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. എന്താ ഇവിടെ മനസ്സിലാക്കിയത്? യാക്കോബ് മനസ്സിലാക്കി, രൂബേൻ അല്ല എൻ്റെ ആദ്യജാതൻ, പിന്നെയോ അത് അവകാശം ലഭിക്കേണ്ടത് യോസെഫിനാണ്. മൂത്ത മക്കൾക്ക് 2 അവകാശമുണ്ടെങ്കിൽ ആ 2 അവകാശം കൊണ്ടാണ് യോസെഫിൻ്റെ 2 മക്കൾക്കും ഈ യാക്കോബ് അവകാശം കൊടുക്കുവാനിടയായി തീർന്നത്. 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങൾ കഴിഞ്ഞ് യോസെഫ് എന്നുള്ള ഗോത്രത്തിന് 2 അവകാശം കൊടുക്കുവാൻ കാരണമായി തീർന്നത് യാക്കോബ് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ഹിതമാണ് ഈ പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ ഇവർ 2 പേരും ഈ ഗോത്ര പിതാക്കന്മാർ എന്നുള്ള പദവിയിലേക്ക് കടന്നു വരുന്നത്. ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ വേർഡ്. സാധാരണപ്പെട്ട ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരെ ഗോത്രപിതാക്കന്മാർ എന്നുള്ള പദവിയിൽ ഉയർത്തുവാൻ സാധ്യമല്ല. കാരണം ഇവർ യോസെഫിൻ്റെ മക്കളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബിന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വലിയ പദവിയിൽ കാരണമായിരിക്കുന്നത്. 2 നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ യാക്കോബിൻ്റെ അടുക്കിലേക്ക് യോസെഫ് തൻ്റെ മക്കളെ കൊണ്ടുവരുമ്പോൾ മൂത്ത മകനാകുന്ന മനശ്ശെ, രണ്ടാമനാകുന്ന എഫ്രൈം, ഇളയവനാകുന്ന എഫ്രൈം, ഈ 2 പേരെ അപ്പൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പൻ മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ മുൻപോട്ട് നടത്തി. എന്നിട്ട് യോസെഫ് തൻ്റെ 2 മക്കളുമായിട്ട് കടന്നു വരികയാണ്. അപ്പൻ്റെ വലങ്കൈയിരിക്കേണ്ട സ്ഥാനത്ത് മൂത്ത മകനെ നിർത്തി, ഇടങ്കൈ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇളയ മകനെ നിർത്തി. കാരണം വലങ്കൈ എവിടെ ഇരിക്കുന്നുവോ അവിടെയാണ് കൂടുതൽ ബ്ലെസ്സിങ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ യാക്കോബിൻ്റെ മുൻപിലേക്ക് ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ യാക്കോബ് ഈ കുഞ്ഞുങ്ങളെ ആരെന്ന് യാക്കോബിന് അറിയത്തില്ല. യാക്കോബിൻ്റെ കണ്ണ് അന്ധമായിരിക്കുന്നു, കാഴ്ച വളരെയധികമായിട്ടില്ല. ഈ കാഴ്ച ഇല്ലായെങ്കിലും കുഞ്ഞുങ്ങൾ ആരാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നുവെന്ന് യാക്കോബിന് അറിയത്തില്ലെങ്കിലും യാക്കോബ് ചെയ്തൊരു കാര്യം, യാക്കോബ് കരങ്ങളെ തിരിച്ചു വെച്ചു. വലങ്കൈ ഇളയമോൻ്റെ തലയിലും ഇടങ്കൈ തൻ്റെ മൂത്ത മകൻ്റെ തലയിലും വെക്കുവാനായിട്ട് ഇടുകയായിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? തൻ്റെ റൈറ്റ് ഹാൻഡ് കടന്നു വന്നിട്ട് ഇളയ മകൻ്റെ കയ്യിലും, ലെഫ്റ്റ് ഹാൻഡ് വന്നു മൂത്ത മകൻ്റെ കയ്യിലും വന്നു. അതാണ് യോസെഫിന് അല്പം പ്രയാസം കൊണ്ടുവന്ന കാര്യം. യോസെഫ് അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇവനാണ് എൻ്റെ മൂത്ത മകൻ, ഇവൻ്റെ തലയിൽ നീ വലങ്കൈ വെക്കണം. എന്നിട്ടും അപ്പനൊരു കാര്യം പറഞ്ഞു, ഇല്ല മകനെ, എനിക്കറിയാം ഇവനാണ് മൂത്ത മകൻ എന്നുള്ളത്. പക്ഷെങ്കിൽ ദൈവം ഇളയവനെയാണ് അനുഗ്രഹിക്കുന്നത്, അവൻ ഒരു മഹാജാതിയായി തീരും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ എന്താ കാണുവാൻ ഇടയായി തീർന്നത്? യാക്കോബിന് കണ്ണ് കാണത്തില്ല, കണ്ണ് കാഴ്ചയ്ക്കില്ല. എങ്കിലും തൻ്റെ മക്കളെ പിതാവ് കൊണ്ടുവരുമ്പോൾ ഏതാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മകനെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിലും യാക്കോബ് തൻ്റെ കരങ്ങളെ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കരങ്ങൾ വെക്കുവാൻ ഇടയായി തീർന്നു. യാക്കോബ് മുന്നമേ മനസ്സിലാക്കി ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. യാക്കോബ് മുന്നമേ കണ്ടു ആരെയാണ് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരേണ്ടത്. ഇത് മനസ്സിലാക്കിയാണ് യാക്കോബ് കരങ്ങൾ വെച്ചത്. നിങ്ങൾക്കറിയാം, യോസെഫ് ഈ ഒരു ചോദ്യം യാക്കോബിനോട് പറയുമ്പോഴും യാക്കോബ് പറയുന്നൊരു വേർഡുണ്ട്, ഇല്ല മകനെ, എനിക്കതറിയാം എന്ന് പറഞ്ഞാൽ യാക്കോബിനെ അറിയാതെ അല്ല യാക്കോബ് ഈ 2 കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചത്. പിന്നെയോ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ദൈവം ആരെ അനുഗ്രഹിക്കും
ഗ്രഹിക്കുവാൻ പോകുന്നത് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഈ യാക്കോബ് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇവിടെയാണ് സംഭവിച്ചത്. മരണകാലത്തിങ്കൽ കടന്നു വന്നപ്പോൾ, മരിക്കുവാനായിട്ട് യാക്കോബ് തുടങ്ങുമ്പോൾ, ചുരുങ്ങിയ ചില മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം യാക്കോബ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുകയാണെങ്കിലും ആ സമയത്തും യാക്കോബിൻ്റെ ഉള്ളിൽ എന്ത് പ്രവർത്തിച്ചു? വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഒരു പ്രവചനം തന്നെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അത് വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നായിരിക്കുന്ന ഒരു പ്രവർത്തനം. തൻ്റെ കുഞ്ഞുങ്ങൾ ആരെന്നോ ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് യാക്കോബ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് എന്തുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തിയതോ? ഇത് സ്വാഭാവികമായിരിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നില്ല. പിന്നെയോ ദൈവം കൊടുത്ത വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രവർത്തനമാണോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനോട് വെളിപ്പെടുത്തുന്നു. നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. വിശ്വാസത്താൽ യാക്കോബ് എന്ത് ചെയ്തു? യോസേഫിൻ്റെ 2 മക്കളെയും അനുഗ്രഹിക്കുവാൻ കാരണമായി തീർന്നു. 2 പേരെയും യാക്കോബ് അനുഗ്രഹിച്ചു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അനുഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? യാക്കോബ് കൊടുത്തായിരിക്കുന്ന വേർഡ് അതൊരു സാധാരണപ്പെട്ട വേർഡ് അല്ല. നിങ്ങൾക്കറിയാം, അക്ഷരികമായിട്ട് യാക്കോബ് അവരെ അനുഗ്രഹിച്ചതുപോലെയാണ് ഭാവി കാലം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. ഇളയ മകൻ മൂത്തവനേക്കാൾ ഉന്നതനായി തീരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് കടന്നു വന്നത്. പെർസീവ് ചെയ്തു, മുന്നമേ കണ്ടു, മുന്നമേ അറിഞ്ഞു, മനസ്സിലാക്കി. അത് എവിടുന്നോ ലഭിച്ച ഒന്നല്ല. പിന്നെയോ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഗിഫ്റ്റ്സ്, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ് അതെന്ന് കാണുവാൻ സാധിക്കും. 2, ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ എന്ത് കണ്ടു? നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് തൻ്റെ വടിയുടെ അറ്റം ചാരിക്കൊണ്ട് യാക്കോബ് നമസ്കരിച്ചു. തൻ്റെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2 ഭാഗങ്ങളായി 2 വേർഡുകളാണ് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്താട്ട് അതിൻ്റെ ഒന്ന് വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഉൽപ്പത്തി 47:31, ഹീബ്രൂസ് 11:21. 2 പ്രധാനപ്പെട്ട 2 പ്രത്യേകമായ വേർഡുകൾ. ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. യെസ്. 11:31, എബ്രായ 11:21, എബ്രായ 11:21. തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. 2 വേർഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, തൻ്റെ കട്ടിൽമേൽ. വായിച്ചാട്ട് വീണ്ടും ഒരിക്കൽ കൂടെ വാക്യം 47:31. കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. അപ്പോൾ യാക്കോബിൻ്റെ ഒരു പ്രവർത്തനത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചുവെന്നും, പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. 2 പ്രത്യേകമായിരിക്കുന്ന സംഭവങ്ങൾ. 2 സംഭവങ്ങളല്ല, 2 രീതിയിലാണ് അത് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബ് തൻ്റെ കട്ടിൽ നമസ്കരിച്ചു, കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന വേർഡ് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. നമ്മൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ഇവിടെ ചെയ്തത്? ഇവിടെ യാക്കോബ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഹി വർഷിപ്പ്, അവൻ നമസ്കരിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നു വരികയാണ്. മരണത്തിന് താൻ തൊട്ട് മുൻപിൽ താൻ നിൽക്കുക, മരിക്കുവാൻ തക്കണം താൻ ഒരുക്കപ്പെട്ട് നിൽക്കുക. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ, അതിൻ്റെ 49-ാം അധ്യായം, ഉൽപ്പത്തി 49, അതിൻ്റെ 33. കട്ടിൽമേലെടുത്ത് വെച്ച് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ യാക്കോബ് മരിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ യാക്കോബിന് നന്നായിട്ടറിയാം താൻ മരണത്തിന് തൊട്ട് മുൻപിലാണ്, മരിക്കുവാൻ തക്കവണ്ണം തുടങ്ങുകയാണ്. മരണത്തിന് തൊട്ട് മുൻപിൽ. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, അവരുടെ നെക്സ്റ്റ് എന്തെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ വിഷയം. അവരുടെ എന്താണ് അവരുടെ നെക്സ്റ്റ്, ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി തീരും. ഇവിടെ എന്ത് സംഭവിച്ചു?
ഇവിടെ യാക്കോബ് തൻ്റെ കാൽ കട്ടിൽമേൽ എടുത്ത് വെച്ച് തൻ്റെ ജനത്തോട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതിനു മുൻപ് എന്താ സംഭവിച്ചത്? തൻ്റെ പുത്രന്മാരെ വിളിച്ച് യാക്കോബ് അനുഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ യാക്കോബ് തൻ്റെ കട്ടിൽമേൽ നമസ്കരിച്ച് കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു വന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, ഞാൻ ആ പത്തിയമാരിക്കുന്ന 2 വേർഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പഠിച്ചതായ സമയത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ പത്തിയമാരിക്കുന്ന കട്ടിലിൻ്റെ തലയ്ക്കൽ എന്ന് പറയുന്നതും വടിയുടെ അറ്റത്ത് ചാരുക എന്ന് പറയുന്നതും രണ്ടും അതിൻ്റെ എബ്രായ റൂട്ട് വേർഡ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 2 ഡിഫറൻ്റ് ആയിരിക്കുന്ന ട്രാൻസ്ലേഷൻ വരുവാനായിട്ടിടയായി തീർന്നത്. രണ്ടാണെങ്കിലും എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾ അതിൻ്റെ പുറമേയുള്ള പശ്ചാത്തലത്തിൽ ഞാൻ കടന്നു പോകാതെ എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത്. എബ്രായലേഖനം 11 തന്നെ ഞാൻ എടുക്കട്ടെ. തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ താൻ മരിക്കുവാൻ പോകുന്നതിന് മുമ്പ്, മരണം തൻ്റെ മേൽ കടന്നു വരുന്നതിന് മുൻപായിട്ട് യാക്കോബ് എന്ത് ചെയ്തു? ദൈവത്തെ നമസ്കരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചു, വർഷിപ്പ് ദ ലോർഡ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുൻപിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മരിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അവിടെ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. എന്താണ് ഈ വടി വെളിപ്പെടുത്തുന്നത്? പ്രധാനമായിട്ട് ഈ വടി വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളെ നമ്മൾ കാണുവാൻ സാധിക്കും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 32 വേഴ്സ് നമ്പർ 10. ഒരു വടിയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ പരദേശം തുടങ്ങുന്നതായ സമയത്ത് യാക്കോബിന് പറയുവാൻ, ഇപ്പോൾ പരദേശം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ്, താനിപ്പോഴും പരദേശിയാണ്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടിയാണ് യാക്കോബ് കാത്തിരുന്നത്. എന്നാൽ ഇക്കരെ കടന്നു വരുന്ന സമയത്തും യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒന്ന് പറയുവാനുണ്ട്, ഞാനൊരു വടിയോടുകൂടെയാണ് ഞാൻ അക്കരെ കടന്നത്. അപ്പോൾ വടി കൊണ്ട് സംഭവിച്ചിരിക്കുന്ന വടി കൊണ്ട് എന്ത് വെളിപ്പെടുത്തി? തൻ്റെ പരദേശത്തെയാണ്, അല്ലെങ്കിൽ തൻ്റെ പിൽഗ്രിമേജ് ആണ് അതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്ഥിരത എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പിന്നെയോ 2, അവിടെ കാണുന്നത് തൻ്റെതായിരിക്കുന്ന ഒരു പിൽഗ്രിമേജ്, തൻ്റെതായിരിക്കുന്ന ഒരു മരുഭൂ പ്രയാണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത്. അപ്പോൾ 1, വടി വെളിപ്പെടുത്തുന്നത് ഒരു മരുഭൂ പ്രയാണത്തെ വെളിപ്പെടുത്തുന്നു. 2, എന്ത് വെളിപ്പെടുത്തുന്നു ഈ വടി? അതേ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ട്, 32:10. ഈ വേർഡ് യാക്കോബ് ഇപ്രകാരം പറയുന്നു, എന്നോട് കാണിച്ചിരിക്കുന്ന സകല കരുണയ്ക്കും സകല കൃപയ്ക്കും ഞാൻ അപാത്രനത്രേ. അപ്പോൾ എന്താ ഇവിടെ യാക്കോബ് പറയുന്നത്? ഞാനൊരു വടിയോടുകൂടെയാണ് ഞാനിക്കരെ കടക്കുവാനിടയായി തീർന്നത്. ഇന്ന് എനിക്കെന്തുണ്ട്? 2 കൂട്ടമായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ കൂട്ടമായി അത് തീർന്നിരിക്കുക. ഞാൻ അങ്ങോട്ട് പോയത് ഒരു വടിയോടുകൂടെ, ഇങ്ങോട്ട് വന്നപ്പോൾ വടി മാത്രമല്ല എനിക്കുള്ളത്, ഒരു വലിയ സമ്പത്ത് ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഈ വടി എന്തിനെ വെളിപ്പെടുത്തുന്നു? ഗാഡ്സ് വണ്ടർഫുൾ സപ്പോർട്ട്. ദൈവം കൊടുത്ത സമർത്ഥമായിരിക്കുന്ന ഒരു അനുഗ്രഹം, ദൈവം കൊടുത്ത ഒരു സമൃദ്ധി, ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം, അതാണ് ഇവിടെ വടി ചൂണ്ടിക്കാണിക്കുന്നത്. ഗാഡ്സ് വണ്ടർഫുൾ സപ്പോർട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, യാക്കോബ് ആ മനസ്സുകൊണ്ട് താൻ ആഗ്രഹിക്കുക, ഞാൻ പോയത് ഒരു വടിയോടുകൂടെ മാത്രമാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ, ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ വലിയ കൃപകൾ, ദൈവത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ ഞാൻ അനുഭവിച്ച് അതോടുകൂടിയാണ് ഞാൻ ഇവിടെ കടന്നു വരുന്നത്. 3, വടി എന്താണ് വടി വെളിപ്പെടുത്തുന്നത്? നിങ്ങൾക്കറിയാം, വാസ്തവത്തിൽ യാബോക്ക് എന്ന നദീ തടവിൽ വെച്ച് ദൈവവുമായിട്ട് യാക്കോബ് എന്ന് മല്ല് പിടിക്കുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ദൈവം പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേർ ഇസ്രയേൽ എന്നാകും. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ തുടയെ ഒന്ന് ഉളുക്കി. അപ്പോൾ താൻ ഉളുക്ക് മുഖാന്തരമായിട്ട് പിന്നീട് തനിക്ക് നേരെ നിൽക്കുവാൻ സാധ്യമായില്ല. പിന്നീട് എന്താവശ്യമായിരുന്നു? തനിക്ക് ഒന്ന് നടക്കണമെങ്കിൽ ഒരു വടിയുടെ സപ്പോർട്ട് ആവശ്യമാണ്.
എന്താ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്? തൻ്റെ വീക്ക്നെസ്സിനെ അവിടെ ചൂണ്ടിക്കാണിക്കുക, തൻ്റെ ബലഹീനതയെ ചൂണ്ടിക്കാണിക്കുക. ഈ ഭൂമിയിൽ താൻ ആയിരിക്കുമ്പോൾ തൻ്റെതായിരിക്കുന്ന ശാരീരിക ബലഹീനതയെ ഈ വടി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ വടി തൻ്റെ ശാരീരിക ബലഹീനതയെ മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെയോ ഈ വടി താൻ അതിനു മുമ്പ് തൻ്റെ കയ്യിൽ വടി ഉണ്ട് എങ്കിലും ഈ പർട്ടിക്കുലർ ഇൻസിഡൻസിൽ കൂടെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യാബോക്കിൻ്റെ നദീതീരത്ത് വെച്ച് യാക്കോബ് ദൈവത്തോട് മല്ല് പിടിക്കുമ്പോൾ യാക്കോബിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, നീ എന്ത് ചെയ്തു? മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഞാൻ നിന്നെ ഇനി ഇസ്രായേൽ എന്നാ വിളിക്കുവാൻ പോകുന്നത്. എന്താ ഈ യാക്കോബ് ഈ വടി കാണുമ്പോൾ മനസ്സിലാക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ മനുഷ്യനെ ജയിച്ചവൻ, ദൈവത്തെ ജയിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അതുകൊണ്ട് ഈ വടി താൻ കയ്യിൽ കുത്തിപ്പിടിച്ച് നടക്കുമ്പോഴൊക്കെ തനിക്ക് ഒന്നോക്കുവാനുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ പ്രോമിസസ്, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ദൈവം കൊടുത്ത നന്മകൾ. ബലഹീനനായിരിക്കും തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന കരങ്ങൾ. അതാണ് ഈ വടിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടുത്തെ വിഷയം. യാക്കോബ് എന്ത് ചെയ്തു? ഈ വടിയുടെ അറ്റത്ത് ചാരുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വടി യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമല്ല യാക്കോബിനെ കാണുവാൻ സാധിക്കുന്നത്. ഓരോ സ്റ്റെപ്പുകളിലും എവിടെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, എവിടെയെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഈ വടി ഒരു കാര്യം പഠിപ്പിക്കുന്നതോട്, യാക്കോബേ നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല, നിനക്കൊരു ജയത്തിൻ്റെ ദൈവമുണ്ട്, നീ ഒരു ജയാളിയാണ്, നീ പരാജയത്തിനല്ല, നീ ഒരു ജയാളിയാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ദൈവമക്കൾ ഓർക്കണമേ, ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്ക് ദൈവം ഒരു വടി തന്നിട്ടുണ്ട്. ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാം, ഞാനും നിങ്ങളും സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം മിടുക്കൊണ്ട് നേടണമെന്ന് ചിന്തിച്ചുകൊണ്ട് പോയ സ്ഥാനത്ത് ദൈവം നമ്മളെ മുട്ടുമടക്കിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും ആ സംഭവം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ കരങ്ങളൊരു വടിയാണെന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു കളയരുത്. ഈ വടി കരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഞാനും നിങ്ങളും ഒരിക്കലും പരാജിതരല്ല. ഈ വടി എന്ന് പറയുന്നത് ഒരു ജയത്തിൻ്റെ വടിയാണ്. എനിക്ക് ബലഹീനത ഉണ്ട്, എൻ്റെ കാലുകൾ എനിക്ക് നേരെ നടക്കുവാൻ സാധ്യമല്ല, എനിക്ക് പരിമിതികൾ ഒത്തിരി ഉണ്ട്, എൻ്റെ ബലഹീനതകൾ ഒത്തിരി ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണമേ, ഒരു വടി നിന്റെ കരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വടിയുടെ അനുഭവം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ വടി എന്ത് വെളിപ്പെടുത്തുന്നു? നീ പരാജിതനല്ല, നീ ജയാളി എന്ന് വെളിപ്പെടുകയാണ്. ഒരു ജയാളിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ, നീ ജയാളി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒന്നാണ് എൻ്റെയും നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വടി എന്ന് ഓർക്കണം. എന്താ ഇതിന് പറയുവാനുള്ളത്? പരാജയത്തിൻ്റെ കഥയില്ല, ഇതിന് പറയുവാനുള്ളത് നീ ജയാളിയ. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്തോണം, കഴിഞ്ഞ നാളുകളിൽ എവിടെയാണ് വീണ് പോകുവാൻ ഇടയായിത്തീർന്നത്? ആ വീണ സ്ഥാനത്തൊന്ന് എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഒന്നോർത്തണേ, ഈ വടി നമ്മുടെ കരം ഉണ്ട് എന്നുള്ളത് ഓർക്കണമേ. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം? തൻ്റെ ജീവിതത്തിൽ ഈ വടി എന്തിനെ വെളിപ്പെടുത്തി? ദൈവത്തിൻ്റെ പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഈ വടി കാണുമ്പോൾ തനിക്ക് ഓർക്കുവാനുണ്ട് യാബോക്ക് നദീതീരം. എന്താ അവിടുത്തെ വിഷയം? എനിക്ക് ജയം കിട്ടിയ ഒരു ദിവസം, എൻ്റെ പരാജയങ്ങൾ പരിപൂർണമായി മാറ്റപ്പെട്ട ദിവസം, സഹോദരനെ കൊല്ലുവാൻ കടന്നു വന്ന സ്ഥാനത്ത് നിന്ന് സഹോദരൻ്റെ മനസ്സ് മാറ്റി എന്നെ സ്വീകരിപ്പാൻ തക്കവണ്ണം സഹോദരനെ കൊണ്ടുവന്നവനാകുന്ന ഒരു ദൈവം ഒത്തിരി ഉണ്ട് ഈ വടിക്ക് കഥകൾ പറയുവാൻ. ഈ കഥകളാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ തുടർന്നും അത്ഭുതങ്ങൾ കാണുവാൻ കാരണമായി തീർന്നത്. ആ വടി ദൈവത്തിൻ്റെതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അനുനിമിഷം യാക്കോബിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ വടി തൻ്റെ കയ്യിലുണ്ട്. എന്നാൽ എന്ത് ചെയ്തു? യാക്കോബ് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സ്റ്റെപ്പിലേക്ക് താൻ കടന്നു വരികയാണ്. എബൌട്ട് ടു ഡൈ, മരിക്കുവാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെ ഒരു പക്ഷെങ്കിൽ പിന്നോട്ട് കടന്നു വന്നു. നിങ്ങൾക്കറിയാം, യാക്കോബ് യോസെഫിനോട് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു.
തൻ്റെ ഭാര്യ മരിച്ചത്, തൻ്റെ അപ്പനെയും വല്യപ്പനെയും അടക്കിയത്, അതിനുവേണ്ടി മേടിച്ച സ്ഥലങ്ങൾ എന്ന് വേണ്ട കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മ വന്ന് ഇതെല്ലാം തൻ്റെ മകനാകുന്ന യോസെഫിനോട് പറഞ്ഞ് താൻ മരിക്കുവാൻ പോകുമ്പോൾ അവിടെയാണ് താൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ നമ്മൾ കാണുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് തുടങ്ങിയ സമയം മുതൽ തൻ്റെ അവസാന സമയം വരെ എന്താ ഈ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ എന്താ അതിന് വെളിപ്പെടുത്തുന്നത്? ഒന്നാമത് അത് സിംബലൈസ് ചെയ്യുന്നത്, ഒന്നാമത് ഹി പ്രൈസ് ഗാഡ് ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ ഫോർ ഹിം, ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ മരിക്കുവാൻ തുടങ്ങുക, അവിടെയാണ് തൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വഴികൾ, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ വിധങ്ങൾ, അവിടെയാണ് താൻ കാണുന്നത്. ഈ വടിയടി അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് എന്തർത്ഥമാകുന്നു? ഹി ഷോഡ് ഹിസ് ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലുണ്ട്. ഹി ഷോഡ് ഹിസ് ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. ദൈവത്തിൽ പരിപൂർണമായി ചാരുന്നു. ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം പൂർണ്ണമായി വെളിപ്പെടുത്തി. തനിക്കൊന്നും പറയുവാനില്ല, ഒന്നും പുകഴുവാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം ആ സന്ദർഭം. വടിയടി അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവമേ, നീയാണ് എന്നെ നടത്തുന്നത്, ഞാൻ നിന്നിലാണ് പരിപൂർണമായി ചാരുന്നത്, എൻ്റെ കഴിവല്ല, നിന്നിൽ ഞാൻ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നു. 3 എന്ത് വെളിപ്പെടുത്തി? നമ്മൾ ചിന്തിക്കുണ്ടായി, ഈ വടി എന്ത് വെളിപ്പെടുത്തുന്നു? എ പിൽഗ്രിമേജ്. താനൊരു പരദേശി എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുക. അവസാനമായിട്ട് എന്ത് വെളിപ്പെടുത്തുന്നു? ഹിസ് വില്ലിങ്നെസ് ടു ഡൈ. താൻ മരിക്കുവാനുള്ള ഒരുക്കത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് ഹിസ് വില്ലിങ്നെസ് ടു ഡൈ. ഇവിടെ എന്താ സംഭവിച്ചത്? യാക്കോബ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ വടി, കരങ്ങളിരുന്ന വടി നമസ്കരിച്ചുകൊണ്ട് കട്ടിൽ കയറി കിടക്കുക. എന്തിനാ? തൻ്റെ പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. തനിക്ക് വളരെ സന്തോഷമാണ്, യാതൊരു ഭാരങ്ങളുമില്ല. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവം തന്നെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, ദൈവം തന്നെ പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട്, ദൈവമേ, ഇന്നും എൻ്റെ കഴിവിലല്ല, നിന്നിൽ ഞാൻ പരിപൂർണമായി ചാരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിൽ മരിക്കുവാൻ കാരണമായി. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഡെത്ത്. മരണത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ട്. എപ്പോൾ താൻ മരിക്കുവാൻ പോകുന്നു എന്നുള്ളത് തനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബ് തൻ്റെ കാൽ കട്ടിലിൽ എടുത്തു വെച്ചുകൊണ്ട് തൻ്റെ ജനത്തോട് ചേർന്ന്, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം എന്താ അവിടുത്തെ വിഷയമായിരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിൽ തൻ്റെ ജീവിതം, ദൈവത്തോടുള്ള ഡിപ്പെൻഡൻസ് എവിടെ തുടങ്ങിയോ, തൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, മരണത്തിൻ്റെ നിമിഷം കടന്നു വരുമ്പോൾ, അവിടെയും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് ദൈവത്തിലുള്ള ആശ്രയം. ദൈവത്തിൽ പരിപൂർണമായി ചാരുക, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക. ഇതാണ് വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുക. തൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ യാക്കോബിന് ഒന്നേ പറയുവാനുള്ളൂ, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും എൻ്റെ ജീവിതമൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എൻ്റെ ലൈഫിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്ത് സംഭവിച്ചു? യാക്കോബ് വിശ്വാസത്താൽ യാക്കോബ് എന്ത് ചെയ്തു? മരണകാലത്തെങ്കിൽ യോസെഫിൻ്റെ 2 മക്കളെ വിളിച്ച് അവരെ അനുഗ്രഹിച്ചു. അത് വിശ്വാസത്തിൻ്റെ പ്രവർത്തനം. 2, തൻ്റെ വടിയടി അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. ഈ ലോകം പ്രാണനെ വിടുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി നമ്മുടെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമോ? നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നോ നമ്മളെ തന്നെ ശോധന ചെയ്താട്ട്